ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എഫ് ഫാമിലി. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ എണ്ണയോ നെയ്യോ ഉപയോഗിക്കാത്ത ഹെൽത്തി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രിയ നടൻ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി റെസിപ്പിയാണ്. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 സ്പൂൺ കൈമ റൈസ് നമുക്കൊന്ന് കഴുകി 5 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിനൊരു ആവശ്യമായൊരു മസാല തയ്യാറാക്കണം. 15 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു പിടി മല്ലിയില, മല്ലിയിലയിൽ നിന്നും കുറച്ച് പുതിനയില, 2 തക്കാളി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ അടിച്ചതിന് ശേഷം 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. ഈ നമ്മൾ എരിക്ക് അനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ എരിക്ക് നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യുക. നമ്മളുടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ആഡ് ചെയ്യുന്നില്ല. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ഈ മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് സവാളയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ആഡ് ചെയ്ത് ഇതിന് മുകളിലോട്ട് നമുക്ക് ഒരു നാരങ്ങ കുരുവൊക്കെ കളഞ്ഞ് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ ഇല്ലാത്തവർ വിനാഗിരി ഒഴിച്ചാലും മതിയാകും. ഇതിൽ കൂടെ നിങ്ങൾ തൈരുണ്ട് എങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് നമ്മൾ സവാളയും മസാലയൊക്കെ ഒന്ന് കോട്ടായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ കൈവച്ചിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് ചോറ് വയ്ക്കാം, നെയ്ച്ചോറ് തയ്യാറാക്കാം. ഇതിനാവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ഒന്ന് ഇട്ട് 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ പട്ട, 1 സ്പൂൺ വിനാഗിരിയും, ഒരു 4-5 കുരുമുളകും, ഒരു പച്ചമുളകും, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന അരിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടാണ് എല്ലാവർക്കും നമുക്ക് തയ്യാറാക്കാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിനെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മൾ ഈ മസാല റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മസാല നമുക്കൊരു കുക്കറിലിട്ട് ഒരു വിസിൽ കേൾക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ ഈ മസാലയിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. ഇത് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും 1 ഗ്ലാസ് വെള്ളം കുറച്ചേ എടുക്കാവൂ. കാരണം നമ്മൾ ഈ ചിക്കൻ വെള്ളം ഊറി വരുന്നത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റൈസിലോട്ട് നമ്മൾ ചിക്കനൊക്കെ ഒഴിച്ച് വെള്ളത്തോട് തന്നെ, അതായത് ആ മസാലയോട് തന്നെയാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചിക്കനും റൈസും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ലോയിലാക്കി വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ റൈസിലുണ്ടോ വെള്ളവും റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് വെച്ച് ഇനി നമുക്ക് കഴിക്കാറാകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കൽ ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന റെസിപ്പിയാണ്. സിമ്പിളുമാണ്. അതുപോലെ തന്നെ നമുക്ക് കുക്കറിൽ തന്നെ നമ്മൾ ആ റൈസ് വേവിച്ച കുക്കറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വേവിച്ചത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുക്കർ വലുതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇനിയും ഞാൻ നെക്സ്റ്റ് വീഡിയോവുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ